കുട്ടികൾ വളർന്ന് സ്വന്തം കാലയിൽ ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ കുടുംബം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനം തീരും. അത് എൻ്റെ ഒരു പ്രശ്നമല്ല, അത് ഈ മനസ്സിലാക്കിയവരുടെ പ്രശ്നം. ഹേട്രിക്സ് മീഡിയ പ്രസൻസ് മൈക്ക് ആൻഡ് മൊമെന്റ്സിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതനും മലയാളികളുടെ പൊതുബോധത്തെ ഇടയ്ക്ക് ഷോക്ക് കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മൈത്രേയ, സ്വാഗതം. നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതും കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതായ ഒരു ക്വസ്റ്റ്യൻ ആണ്. മൈത്രേയൻ കുടുംബം പിരിച്ചുവിട്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീസൺ? കുട്ടി വളർന്ന് സ്വന്തം കാലയിൽ നിന്ന് ജീവിക്കാൻ തുടങ്ങിയാണ് ഞാൻ. കുട്ടികൾ എനിക്കൊരു കുട്ടിയുള്ളത് കൊണ്ട് ഒരു കുട്ടി എന്ന് പറയുന്നത്. കുട്ടികൾ വളർന്ന് സ്വന്തം കാലയിൽ ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ കുടുംബം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനം തീരും. ഓക്കെ. അത് പക്ഷേ അങ്ങനെ തിരിച്ചറിയാതിരുന്ന ഒരു സമൂഹത്തിനകത്ത് നമ്മളിപ്പോൾ കൃഷി കുടുംബമായിരിക്കുമ്പോൾ അമ്മയും അച്ഛനും മക്കളും കൂടെ ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയും തൊഴിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെന്താണോ അവരുടെ കയ്യിലുള്ള ഭൂമി, അതിനെയാണ് നമ്മൾ സ്വത്തെന്ന് പറയുന്നത്, അവിടെ തന്നെയായിരിക്കും അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ സ്വത്തിൽ തന്നെ വീണ്ടും അവരുടെ അമ്മയും അച്ഛനും അറിയുന്ന പണി തന്നെ ചെയ്യുന്ന മക്കളുണ്ടായിരുന്നപ്പോഴായിരുന്നു നമ്മൾ കുടുംബം തുടരുന്നു എന്ന് പറയുന്ന സ്ഥലമുള്ളത്. പക്ഷെ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങി സ്കൂളൊക്കെ വന്ന് പഠിച്ചത് ജീവിക്കാൻ തുടങ്ങുന്ന മക്കളുണ്ടായപ്പോൾ ഈ വീട് വിട്ടവർ, ആ വീട് വിട്ടു പോകുന്നത് അവർ തിരഞ്ഞെടുക്കുന്നുണ്ടല്ല, നമ്മൾ പഠിക്കുന്നത് ജീവിക്കാൻ ബാധ്യത വരുന്നുണ്ടാണ്. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മക്കൾ പക്ഷേ പിന്നെ ഉണ്ടാകത്തില്ല. ഇത് തിരിച്ചറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന കാലഘട്ടത്തിലുള്ള ആൾക്കാരായിരുന്നു ഈ മക്കൾ പഠിച്ച് ജോലി മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരുമെന്ന് വെച്ച് കാത്തിരിക്കുന്ന വീടുകളാണ് ഇപ്പം നമ്മൾ നോക്കിയ നാട് മുഴുവനും കാത്തിരിക്കുന്ന വീടുകളാണ്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ പ്രവർത്തനം ഈ ആധുനിക വിദ്യാഭ്യാസം നേടി വളരുന്ന സമൂഹത്തിനകത്ത് എന്ന് പറഞ്ഞാൽ കൃഷിയിൽ നിന്നല്ലാതെ വ്യവസായ കുടുംബം അതാണ് ഉണ്ടായത്, വ്യവസായത്തിൻ്റെതായിട്ടുള്ള. അപ്പോൾ അത് മൊബൈലാവും. അപ്പോൾ ഒരു ഫാക്ടറി ഉള്ളിടത്തോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗത്തിലുള്ളവരൊക്കെ അവിടേക്ക് പോകേണ്ടി വരും, വീട്ടിൽ നീക്കാൻ ഒക്കത്തില്ല. അപ്പം മൊബൈലായ കുടുംബമായിട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാത്തവരാണ് വീടുകളിലെല്ലാം ഉള്ളത്. ഇപ്പോഴും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവർ കാത്തിരിക്കുന്നവരും മക്കൾ വരാത്തത് അവരുടെ കുറ്റം കൊണ്ടാണെന്ന് വിചാരിക്കുന്നവരുമാണ്. ഞാൻ കാശ് ചെലവഴിച്ച് പഠിപ്പിച്ച ആൾ ഇപ്പം തിരിച്ചു വരുന്നില്ല, എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ കംപ്ലൈൻറ്റുമായിട്ട് ഇരിക്കുന്നത് ഈ ഷിഫ്റ്റ്, ഈ മാറ്റം വന്നെന്ന് അറിഞ്ഞുകൂടാത്തവരാ. അപ്പം നമ്മുടെ നാടെന്ന് പറയുന്ന ട്രാൻസിഷൻ കാലത്തുള്ളവരാ നമ്മുടെ നാടെന്നൊക്കെ പറയുന്നത്. കാർഷിക കുടുംബത്തിൽ നിന്ന് വ്യവസായ കുടുംബമായ അണുകുടുംബത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. അതെ, അതുകൊണ്ടാണ് അപ്പോൾ ഈ കുടുംബത്തിൽ നമ്മൾ വളർത്തിയ ആള് തിരിച്ചു വരാത്ത വീട്ടിൽ അവരെ കാത്തിരിക്കുന്ന മനുഷ്യരായിട്ട് മാറിപ്പോയിരിക്കുന്നവരുടെ ലോകത്താണ്. ഈ വിഷയമൊക്കെ ഞാനിങ്ങനെ മനസ്സിലാക്കുന്ന കാരണം കൊണ്ട് ഞാനിത് ചെയ്യുമ്പോൾ എനിക്കറിയാം എൻ്റെ കുട്ടി വളരുമ്പോൾ പ്രായപൂർത്തിയായി സ്വന്തം കാലം നിൽക്കാൻ തുടങ്ങിയാൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയുന്ന ആളാണ്. നേരത്തെ റിയലൈസ് ചെയ്തിട്ടാണ് ഈ വിഷയങ്ങൾ നമ്മൾ ഈ ലോകത്തിനെ പറ്റി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാകുന്നത്. അപ്പം ഞാനത് കാരണം കൊണ്ട് 18 വയസ്സായപ്പോൾ തന്നെ കനിക്ക് കത്ത് കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ ലോകത്തിന് എങ്ങനെ ഞാൻ ഇത് എൻ്റെ ആ നിലവാരത്തിലുള്ള പ്രവർത്തനം തീർന്നു, ഇനി നീ തന്നെത്താൻ ജീവിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷേ ഒരു 3-4 ലോക രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ വികസിച്ച് ഈ ട്രാൻസിഷൻ സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സപ്പോർട്ട് കൂടെ കൊടുക്കുക. അങ്ങനെയാണ് 20 വയസ്സ് വരെ സപ്പോർട്ട് കൊടുക്കുന്നത്. ആ സപ്പോർട്ട് കൊടുത്ത് അവിടെ തന്നെത്താൻ ജീവിക്കാൻ, സ്വന്തം വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ആളായി മാറുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് കുടുംബം പിരിച്ചുവിട്ടു. അപ്പോൾ കുടുംബം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ കുട്ടിയെ വളർത്തുന്ന പണി തീർന്നു എന്നാണ്. പക്ഷേ ഈ മലയാളി ബോധത്തിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഞാൻ ജയശ്രീ ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെയാണ് മനസ്സിലാക്കിയത്. അത് എൻ്റെ ഒരു പ്രശ്നമല്ല, അത് ഈ മനസ്സിലാക്കിയവരുടെ പ്രശ്നമാണ്. അപ്പം അങ്ങനെയാണ് അത് ഡിസ്കഷനൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ അതേ സമയത്ത് ഇവിടെ കേരളം വിട്ട് അന്ന് ജയശ്രീ
രാജമുണ്ട്രി എന്ന് പറഞ്ഞ ആന്ധ്രയിലെ ഒരു പ്രോജക്റ്റ് ചെയ്ത് ജീവിക്കുന്നു. ഞാൻ അവിടേക്കാണ് പോയത്, ഇവിടുന്ന് പോകുന്ന അങ്ങോട്ടാണ്. പക്ഷെ ആളുകളെ സംബന്ധിച്ചോളം ഞാൻ ജയശ്രീ ഉപേക്ഷിച്ച ആളായിട്ടാണ് ഇവിടെ മനസ്സിലാക്കിയത്. മകളെയും ഭാര്യയും ഉപേക്ഷിച്ചു, അങ്ങനെ ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അത് എൻ്റെ ഒരു പ്രശ്നമല്ല, അത് മനസ്സിലാക്കിയവരുടെ പ്രശ്നമാണ്. അപ്പൊ ആ കുടുംബം പിരിച്ചുവിട്ടതിന് ഉത്തരവാദി ഇവിടെ അത് മനസ്സിലാക്കിയവരുടെ പണിയാണ്. അല്ലാതെ എനിക്ക് ഈ പ്രവൃത്തി തീർന്നു എന്ന് തിരിച്ചറിഞ്ഞ ആള് മാത്രം. അത്രയാണ് ഞാൻ പറഞ്ഞത്.